കില്ലാടികള് നമ്മുടെ MRC റാംബോ എന്ന് വെച്ചാൽ നമ്മുടെ തൊപ്പിയുടെ സ്വന്തം ശിഷ്യനായ MRC റാംബോ എന്ന് വെച്ചാൽ നമ്മൾ മുമ്പ് ഒരു വീഡിയോ ഇട്ടതാണ്. എന്ന് വെച്ചാൽ റാംബോയും പിന്നെ നമ്മുടെ വേറെ ആരാണ് അൻഷിഫുമായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ മണവാളം കയറി വന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അത് അത്യാവശ്യം നല്ല രീതിയിൽ പോസിറ്റീവ് റെസ്പോൺസ് ആയിരുന്നു. പോസിറ്റീവ് റെസ്പോൺസ് ആൾക്കാർക്ക് വീഡിയോ കണ്ട് ബ്രോ അതൊന്ന് നോക്ക്, ഫുൾ പ്രശ്നം എന്താണെന്ന് അറിയുന്നുണ്ട് കുറച്ച് പേര് പറഞ്ഞു. സോ നമ്മൾ അതിന് ബാക്കിൽ ഇറങ്ങിയിട്ടില്ല. അപ്പോഴാണ് എന്താ വെച്ചാൽ ഈ പ്രശ്നത്തിൽ തൊപ്പി ഇടപെടുന്നത് കണ്ടത്. മനസ്സിലല്ലേ? എന്ന് വെച്ചാൽ തൊപ്പി ഫൈനലി ഇടപെട്ടു. എന്ന് സംഭവിച്ചു ആ നമ്പർ ലീക്ക് ആയതും അതിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ടാണ് തൊപ്പി ഇടപെട്ടത്. എന്താ വെച്ചാൽ തൊപ്പിയുടെ മെയിൻ നമ്പറാണ്, എന്ന് വെച്ചാൽ തൊപ്പിയുടെ ഒഫീഷ്യൽ നമ്പറാണ് മറ്റേ അൻഷിഫ് കയറി ലീക്ക് ആക്കി വിട്ടത്. എന്താ വെച്ചാൽ ഈ പേജുകളിലും കാര്യങ്ങളൊക്കെ മറ്റേ എന്താ വെച്ചാൽ ലീക്ക് ആക്കാൻ ഇങ്ങനെ സ്ക്രീൻ റെക്കോർഡ് ആയിട്ട് ഇവർ ലൈവ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതുവഴി ലീക്ക് ആയിപ്പോയത്. അത് കാരണം കുറേ ബിസിനസ് കോൾ ബാക്കി കാര്യങ്ങളൊക്കെ എന്താ വെച്ചാൽ ബിസിനസ് കോൾ ഇല്ലെങ്കിൽ തൊപ്പിയുടെ കുറച്ച് ഒഫീഷ്യൽ കോളുകളൊക്കെ നഷ്ടമായി. എന്താ വെച്ചാൽ നോർമലി കോൾ വന്നുകൊണ്ടേ ഇരിക്കുന്നില്ല, അത് ബിസി പറയുമല്ലോ ആ ഒരു സംഭവം. അപ്പോൾ അതിൻ്റെ ഇടയിൽ തൊപ്പി ഇടപെട്ടില്ല. റാംബോയും മറ്റേ അൻഷിഫിൻ്റെ അടുത്ത് ഇടപെട്ടു. എന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം നിങ്ങൾ തമ്മിൽ തീർക്കുക, വെറുതെ അതിനിടയിൽ കൊണ്ട് നമ്മളെ കൊണ്ട് വലിച്ചടിക്കരുത്. എന്ന് വെച്ചാൽ ഇമാതിരി വള്ളിയൊക്കെ പിടിക്കുന്നത് നമ്മൾ നിർത്തിയാന്ന് പറഞ്ഞിട്ട് തൊപ്പി പറയുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊപ്പിക്ക് കഴിഞ്ഞ വർഷം കിലയുടെ നിങ്ങൾ കണ്ടത് വെച്ചാൽ അഖിൽമാരാന്റെ വർഷം, മണവാളിന്റെ വർഷം, ഷാജഹാന്റെ വർഷം, പാണ്ടിക്കടക്ക് വന്നിട്ട് അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായതാണ്. അപ്പോൾ അത് തൊപ്പി പറയുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വള്ളി പിടിക്കാൻ വയ്യ. മനസ്സിലായില്ലേ? എന്താ വെച്ചാൽ നിങ്ങളത് നിങ്ങളായി നിങ്ങളുടെ പാടായി എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അപ്പോൾ റാംബോനും കുറച്ച് നിങ്ങൾ പറയേണ്ടില്ലല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാൻ ഞാൻ ബാക്കി പറയാം. ഓക്കെ, അല്ല അഞ്ച് ബ്രോ തൊപ്പിയാണ്. നിങ്ങൾ ഈ ശരത്തുമായിട്ട് പ്രശ്നം ഉണ്ടെങ്കിൽ ശരത്തുമായിട്ട് തീർക്കണം. എന്റെ നമ്പർ എന്തിനാ ഈ റീൽസിലെല്ലാം എടുത്ത് ലീക്ക് ചെയ്യുന്നത്? എനിക്ക് എത്ര ബിസിനസ് ഇതിൽ മിസ്സാണെന്ന് അറിയോ? ഞാൻ വളർത്തിക്കൊണ്ടിരുന്ന വെച്ചാൽ എന്റെ കമാൻഡിലല്ല ഇവരൊന്നും ഇതൊന്നും ചെയ്യുന്നത്. എന്റെ ലെവലിൽ മാത്രമേ റൂൾസ് ഉള്ളൂ. ഇവരുടെ ലെവലൊന്നും ഞാൻ കൈ കടത്തല്ല. ഇവർക്ക് ഫുൾ ഫ്രീഡം ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇവര് തമ്മിൽ ഇതുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് തീർക്കണം. അഞ്ച് ബ്രോ, ഇതൊന്നും എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ള താല്പര്യമില്ല. എനിക്ക് അതിനുള്ള സമയമില്ല. എനിക്ക് വേറെ പണിയുണ്ട്. ഞാൻ പറയുന്നത് വെച്ചാൽ എനിക്ക് കേസ് കൊടുക്കാനോ ഇതിന്റെ ബാക്കിൽ നിന്ന് ഓടാനോ, ഞാൻ പറയുന്നേക്ക് എനിക്ക് കേസ് കൊടുക്കാനോ ഇതിന്റെ ബാക്കിൽ നിന്ന് ഓടാനോ എനിക്ക് സമയമില്ല. അവിടെ പറയുന്നത് ഞാനും ഓക്കെ നിങ്ങളെ നമ്പർ അല്ലല്ല, നിങ്ങളെ നമ്പർ ലീക്ക് ചെയ്തത് ആരാ? നിങ്ങളെ നമ്പർ ലീക്ക് ചെയ്തത് ആരാ? ഞാനാണോ? ആണോ? ശരി 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 ശരി. അപ്പൊ നിങ്ങളെ നമ്പർ ലീക്ക് ചെയ്തത് റാംബോ ആണല്ലോ. അപ്പൊ റാംബോന്റെ നമ്പർ ലീക്ക് ചെയ്തത് എന്റെ നമ്പർ ഒന്നായിരുന്നു കളഞ്ഞോ? ഏത് വീഡിയോ? ഇവന്റെ നമ്പർ ലീക്ക് ചെയ്യുന്ന ആ ഭാഗം ബ്ലർ ചെയ്തോളാം. ഓക്കെ, ഇവൻ കളഞ്ഞോളത്. ഡിലീറ്റ് ആക്കല്ല, ആ നമ്പറിന്റെ ഭാഗം ബ്ലർ ചെയ്തോളാം. യൂട്യൂബിലല്ലേ? അതെ, അതങ്ങനെ ചെയ്യാൻ പറ്റും. യൂട്യൂബ് വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. യൂട്യൂബിലുണ്ട്. ഇൻസ്റ്റയില് ഞാൻ ഒരു കാര്യം പറ്റാം ബ്രോ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് അറിവില്ലാത്തതുകൊണ്ട് ഞാൻ പറയട്ടെ. ഇൻസ്റ്റയില് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇൻസ്റ്റയിൽ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളെ നമ്പർ കളഞ്ഞേക്കാം. നിങ്ങളെ നമ്പറിൽ നിന്ന് കളഞ്ഞുതരാം. നിങ്ങൾ എന്റെ നമ്പറിൽ നിന്ന് കളയണം. കാരണം നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല. എനിക്ക് അത്രയും കോൾസ് എനിക്ക് മിസ്സായത് കാരണം. മനസ്സിലായോ? ഹലോ, കേക്കാവോ? കളയിപ്പിച്ചോളാം. എന്റെ ഇപ്പൊ തന്നെ ഒന്ന് കളാം. എന്റെ ഇപ്പൊ തന്നെ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളാം. ബ്രോ ഞാൻ നിങ്ങളെ ഞാൻ ഒരു കാര്യം പറയട്ടെ ബ്രോ, ഞാൻ നിങ്ങളെ ഗ്യാങ്ങിനെ പോലെ ഡിഗ്നിറ്റി ഇല്ലാത്ത ഒരുത്തനല്ല ബ്രോ. ഞാനൊരു വാക്ക് പറഞ്ഞ അതിന്റെ അപ്പുറത്തേക്ക് ഇല്ല. മനസ്സിലായോ? ഞാൻ ഒരു വാക്ക് പറഞ്ഞ അങ്ങനെ നാളെ പറ്റിക്കാനൊന്നും നിൽക്കൂല. ഞാനൊരു കാര്യം പറയട്ടെ, ആദ്യം നിങ്ങളാണ് സ്പ്രെഡ് ചെയ്തത്. ഈ അത് ട്രിം ചെയ്താൽ മാക്സിമം എന്തായാലും ഒരു 3 മണിക്കൂറെങ്കിലും അത് പ്രോസസിംഗിൽ കിടക്കും. ട്രിം ചെയ്യാത്താവുന്നില്ല. കൺഫേം ആയി കഴിഞ്ഞാൽ ഞാൻ ആ സ്പോട്ടിൽ വീഡിയോ ഡിലീറ്റ് ചെയ്യും. ശരി, ഞാൻ ഇപ്പൊ അയക്കാം. ഞാൻ ഇൻസ്റ്റയിൽ മെസ്സേജ് ഉണ്ടാവും, നോക്ക്. അത് നിങ്ങൾ അത് എനിക്ക് അറിയേണ്ട കാര്യമില്ല ബ്രോ. അത് നിങ്ങൾ തമ്മിൽ എന്താ വെച്ചാൽ ചെയ്തോ. ഓക്കെ, ശരി എന്നാ പോയി. എന്തായാലും ഈ ഒരു കാര്യം ശ്രദ്ധിക്കും. കൂടെ ഒരു വള്ളി പിടിക്കുമ്പോഴേ ആ വള്ളി കെട്ടിന് സാക്ഷിയാവേണ്ടി വരും. ബ്രോ ഇതൊന്നും ബ്രോ എന്നെ ഉപദേശിക്കേണ്ട കാര്യമല്ല. ഇത് നമ്മുടെ കാര്യമല്ല, നമ്മൾ നോക്കിക്കോളാം. ഞാൻ പറയുന്നത് ഈ ഒരു കാര്യം മാത്രമേ സംസാരിക്കുന്നുള്ളൂ. ഓക്കെ, അന്നെ ഉപദേശിക്കാനുള്ള ആളൊന്നും ഞാൻ ആയിട്ടില്ല. പക്ഷെ എന്റെ നമ്പർ പറഞ്ഞതേ അത് ഞാൻ ഡിലീറ്റ് ആക്കിക്കോ. എന്നിട്ട് ഞാൻ അണ്ടോ ഡിലീറ്റ് ആക്കും. ഓക്കെ, ക്ലോസ്. ശരി. അപ്പോൾ അതാണ് കിലയുടെ സംഭവം. നിങ്ങൾ കണ്ടല്ലോ എന്നെ സംഭവിച്ചു. നമ്പർ ലീക്ക് അതിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞത്. എന്താ ചെയ്യുക, ഒരു കുടുംബശ്രീ പോലെയല്ല. സോഷ്യൽ മീഡിയ ഒരു കുടുംബശ്രീ ആക്കിയിട്ട് വരുന്ന വെച്ചാൽ അതേ പ്രശ്നങ്ങൾ അതാണ് ഇതാണെന്നൊക്കെ പണ്ട് വരുന്ന കാര്യങ്ങളൊക്കെ കണ്ട് വരികയാണ്. എവിടെ വരെ എത്തോ എന്തോന്ന് അറിയില്ല. അപ്പം എന്ന് വെച്ചാൽ തൊപ്പിയോട് ഇടപെട്ടിട്ടുണ്ട്. ഇനി എന്ന് വെച്ചാൽ തൊപ്പി പറഞ്ഞതെന്ന് വെച്ചാൽ തൊപ്പിയുടെ മെയിൻ ചാനൽ, അതായത് സ്ട്രീമിംഗ് ചാനൽ എന്ന് വെച്ചാൽ MRC തൊപ്പി എന്ന് പറഞ്ഞ ചാനൽ ഇമാതിരി കോൺട്രവേഴ്സി ഒന്നും എന്താണ് കൊണ്ടുവരില്ലെന്ന് പറഞ്ഞത്. എന്ന് വെച്ചാൽ 2026 നന്നായി പോട്ടെ, കോൺട്രവേഴ്സി കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ട, നമ്മൾ നോർമലി പോകാന്നൊക്കെ പറഞ്ഞിട്ടാണ് തൊപ്പി പറയുന്നത്. ഇപ്പം എന്ന് വെച്ചാൽ ഇൻഡിവിജ്വലായി സ്ട്രീം ചെയ്ത് തുടങ്ങി. ഇപ്പോൾ റാംബോ സ്ട്രീം ചെയ്ത് തുടങ്ങി, ഷമീർ, മൊമ്മോ,
അങ്ങനെയൊക്കെ ഇവർക്ക് ഇൻഡിവിജ്വൽ സ്ട്രീം ചെയ്യാൻ തുടങ്ങിയതുകൊണ്ട് സോ എന്ന് വെച്ചാൽ അവർ അവരുടെ ഭാഗത്ത് നിന്ന് ഓരോരോ കണ്ടന്റുകൾ അല്ലെങ്കിൽ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതെന്ന് വെച്ചാൽ തൊപ്പിനെ ബാധിക്കുന്നത്. പക്ഷെ പറഞ്ഞിട്ടും കാര്യമില്ല, എന്ന് വെച്ചാൽ തൊപ്പി ഇവരുടെ ഒരു ലീഡർ എന്ന രീതിയിലാണ് നടക്കുന്നത്. ഈ തൊപ്പി കാരണമാണ് ഇവർക്ക് ഇങ്ങനെ ആയത്. ഒരു സ്വാഭാവികമായും ഇവർക്ക് ഇതിനുവേണ്ടി കൊണ്ടുവന്നതും അല്ലെങ്കിൽ ഇവരെ MRC ഗ്യാങ് ബിൽഡ് ചെയ്ത തൊപ്പി തന്നെയാണ്. സോ തൊപ്പിയും ബാധിച്ചു ഇല്ലടല്ല. അപ്പം എന്ന് വെച്ചാൽ ഈ ഒരു നമ്പർ ലീക്ക് ചെയ്ത കാര്യം അത് മോശമായി. എന്ന് വെച്ചാൽ ഞാൻ പറയുകയാണെങ്കിൽ അത് മോശമായി പോയതിന് പറയാൻ പറ്റുള്ളൂ. അത് സംഭവിച്ചു നോർമലി തൊപ്പിക്കാരന് കുറേ കോളും കാര്യങ്ങളൊക്കെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. സ്വാഭാവികമില്ല. എന്ന് വെച്ചാൽ നമ്മളത് ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് ചെയ്തില്ലെങ്കിൽ പണിപ്പാളിന് വഴി നമുക്ക് അറിയില്ല കേട്ടല്ലോ. അപ്പോൾ അതാണ് ഇവിടെ തൊപ്പിൻ്റെ സംഭവം, തൊപ്പി റാമ്പോ. ഇനിയിപ്പോൾ ഇതിപ്പോൾ ഇന്നലത്തെ ലൈവിൽ സ്ട്രീമിങ്ങിൽ ഉണ്ടായ സംഭവം ഇല്ലടല്ലേ. ഇനിയിപ്പോൾ നമുക്ക് നോക്കാം എന്തായാലും ബാക്കി എവിടെയൊക്കെ എത്തും അല്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കും എന്നൊക്കെ നമുക്ക് നോക്കാം. വഴിയെ കണ്ട് മനസ്സിലാക്കാനില്ല. എന്ന് വെച്ചാൽ തൊപ്പി ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ ഇനിയും ചിലപ്പോൾ റാമ്പോൻ്റെ ലൈവിൽ തന്നെ വന്നിട്ട് തൊപ്പി ഈ പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കായിരിക്കും. എന്ന് വെച്ചാൽ MRC തൊപ്പി എന്ന ലൈവ് ചാനലിൽ ഇടാതെ ബാക്കി ഈ ചാനൽ തന്നെ ഇട്ടിട്ട് ഈ ചാനൽ റാമ്പോൻ്റെ ചാനൽ തന്നെ വന്നിട്ട് ഡിസ്കസ് ചെയ്യാതിരിക്കാം. മേ ബി നമുക്ക് നോക്കാൻ കഴിയില്ല. ഡെയിലി സ്ട്രീമിംഗ് ഉണ്ട്. സോ നമുക്ക് എന്തായാലും